ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നഗരസഭയിലെ തുടർ ഭരണത്തിന്റെ കരുത്തും കൂടെ കൂട്ടി 3 ആണ്ട് മുൻപ് 3000-ലപ്പുറം വരെ പിന്തുടർന്നെത്തിയതിന്റെ ഓർമ്മയും പേറി തൃശൂരിൽ നിന്നൊരു വടക്കൻ മോഡൽ രഥോത്സവത്തിനൊപ്പം ചുവടുവെച്ച് കൊണ്ടുവരുമെന്ന് കരുതിയവർക്ക് തെറ്റി. വൃത്തികേടിന്റെ പരമപദമായി പ്രചാരണത്തെ കൊണ്ടുപോയവർക്കും തെറ്റി. തുല്യതയുടെ രാഷ്ട്രീയം പറയേണ്ടവർ പരസ്യത്തിന്റെ പേരിൽ വഷളത്വം വിതറാൻ ശ്രമിച്ചിടത്തും തെറ്റി. ഭരണകൂട വിരുദ്ധതയെന്ന സ്വപ്നത്തിൽ ജനത്തെ വില കുറച്ചു കണ്ടവർക്കും തെറ്റി. രാഷ്ട്രീയ വോട്ടിനെ നോക്കി പ്രതിപക്ഷ വിലയിരുത്തലെന്ന് വെല്ലുവിളിച്ചവർക്കും തെറ്റി. വൈരുദ്ധ്യത്തിന്റെ മുറിവുകളൊന്നും ഉപതെരഞ്ഞെടുപ്പ് അവശേഷിപ്പിച്ചിട്ടില്ല. കേരളം അതിന്റെ രാഷ്ട്രീയം പുറത്തെടുത്തു. മലയാളിയുടെ രാഷ്ട്രീയത്തിൽ വർഗീയ രാഷ്ട്രീയം വല്ലപ്പോഴും ഒരിക്കൽ തട്ടി മാത്രം വീഴുന്ന കല്ലാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഭാരതപ്പുഴയിലും കൽപ്പാത്തിപ്പുഴയിലും ഭവാനിപ്പുഴയിലും കളയേണ്ടത് കളഞ്ഞ മലയാളി വിധിയെഴുതിയിരിക്കുന്നു. ചോദ്യം ഇതാണ്, മറുപടി വോട്ട്. ചർച്ചയിൽ ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസ് പ്രതിനിധി, വി വസീഫ് CPM പ്രതിനിധി, MT രമേശ് BJP പ്രതിനിധി. ആദ്യം ജ്യോതികുമാർ ചാമക്കാല, വി വസീഫ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും പാലക്കാട് ചേലക്കര വിജയങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ആദ്യം ഞാൻ ജ്യോതികുമാർ ചാമക്കാലയിലേക്കാണ്. ജ്യോതികുമാർ ചാമക്കാല, നിങ്ങൾ ഒരു 10,000-നും 15,000-നും ഇടയ്ക്കുള്ള ഭൂരിപക്ഷമാണ് പ്രഡിക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ അതിലപ്പുറം കടന്ന നേരത്തെ ഷാഫി നേടിയ ഭൂരിപക്ഷത്തിനും അപ്പുറം കടന്നുകൊണ്ടൊരു ചരിത്രം എഴുതിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു വിജയത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ എത്തിച്ചത് എന്ത് ഘടകങ്ങളാണ്? പാലക്കാട് ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. പാലക്കാട് ഞങ്ങൾ ഈ നിയോജക മണ്ഡലം രൂപീകൃതമായതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത്. ഞങ്ങൾ ജയിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ LDF-ഉം BJP ഒക്കെ പറയുന്ന വാചകത്തെക്കുറിച്ച് നിങ്ങൾ എടുത്തു പറഞ്ഞു. എന്താ രാഷ്ട്രീയ വിജയമാണ് ചേലക്കരയിൽ LDF-നുണ്ടായത്. പാലക്കാട് വരുന്നത് ഞങ്ങൾ പുളിങ്കൂര് കൊടുത്ത് ജയിച്ചാണോ? ആണോ? ഇവിടെയും രാഷ്ട്രീയ വിജയമാണ്. ഞങ്ങൾ ഒരേപോലെ BJP-യെയും ഒരേപോലെ LDF-നെയും എതിർത്താണ് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത്. ഇവിടെ ചരിത്രത്തിൽ ആദ്യമായി മുനിസിപ്പാലിറ്റി, താങ്കൾക്കറിയാമോ ചരിത്രം? 1970-ൽ ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ O രാജഗോപാൽ മത്സരിക്കുമ്പോൾ, ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അന്ന് ലഭിച്ചിട്ടുണ്ട് 24.75% വോട്ട്. ഇന്നിപ്പോൾ എത്ര BJP-ക്കുള്ളത്? 27%. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ലഭിച്ച വോട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് BJP-യെ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ 5000 വോട്ടിന് പിന്തള്ളിക്കൊണ്ട് ഞങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം നേടുമ്പോൾ അതല്ല രാഷ്ട്രീയ വിജയം അങ്ങ് ചേലക്കരയിലേതാണെന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് 8ആയിട്ട് മടക്കി വെച്ചിരുന്നാൽ മതി. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇന്ന് അഹങ്കരിക്കാനുള്ള, ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ജ്യോതികുമാർ ചാമക്കാല, രാഷ്ട്രീയ വിജയമല്ല പാലക്കാട് എന്നല്ല പറഞ്ഞത്. പാലക്കാട് രാഷ്ട്രീയമല്ല ചർച്ചയായത്. അവിടെ ട്രോളിയാണ്, അവിടെ കത്താണ്, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മറ്റു തരം വിമർശനങ്ങളാണ് വന്നത്. കള്ളക്കടത്തുകാരെന്ന് പറഞ്ഞു. ഇതായിരുന്നു അവിടുത്തെ പ്രചാരണ വിഷയം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് പറഞ്ഞത്. അപ്പുറത്ത് അങ്ങനെയുള്ള ചർച്ചകളൊന്നും പോയില്ല. അവിടെ രാഷ്ട്രീയമായ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് മത്സരിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ താങ്കളെ അല്ല കുറ്റപ്പെടുത്തിയത്. ആ പറഞ്ഞത് രാഷ്ട്രീയ വിജയം ചേലക്കരയിൽ മാത്രമല്ല പാലക്കാടും ഉണ്ട് എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിനോടാണ് മറുപടി പറഞ്ഞത്. അത് പറഞ്ഞത് മറ്റുള്ള പാർട്ടിക്കാരോടാണ്, താങ്കളോടല്ല. താങ്കളോട് പറയാനുള്ളത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പാലക്കാട് വിജയത്തെ സംബന്ധിച്ച് ഞങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ 15,000 വോട്ടിനെങ്കിലും 12 മുതൽ 15,000 വോട്ടിന് വരെ ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് മുനിസിപ്പാലിറ്റിയിൽ പോലും ഞങ്ങളൊരു നേരിയ മുൻതൂക്കമാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്ന വിജയം മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ മറ്റു പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ ഞങ്ങൾക്ക് 18,000-ലധികം ഭൂരിപക്ഷം ഈ നിയോജകമണ്ഡലത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് വിധേയപ്പെട്ടവരാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ഇതും ഒരു ചവിട്ടുപിടിയായതുകൊണ്ട് വരുന്ന ത്രിതല പഞ്ചായത്തിൽ ഉൾപ്പെടെ ഇതേ നേതാക്കന്മാർ, ഇവിടെ VK ശ്രീകണ്ഠൻ സ്ഥലം MP ഉണ്ട്, മുൻ MLA ആയിരുന്ന ഇപ്പോഴത്തെ വടകര MP ശ്രീ ഷാഫി പറമ്പിലുണ്ട്, നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടമുണ്ട്. ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ ത്രിതല പഞ്ചായത്തിൽ ഉൾപ്പെടെ ഇതൊരു ചവിട്ടുപിടിയായി കണ്ടുകൊണ്ട് ഞങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം നേടിയെടുക്കാൻ ശ്രമിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കവും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് നൽകിയിരിക്കുന്ന വിജയം ചരിത്രത്തിലെ ഏറ്റവും നല്ല ഭൂരിപക്ഷം നൽകി പാലക്കാട്ടെ ജനത ജനാധിപത്യ ചേരിയോടൊപ്പം നിന്നു എന്നതിലുള്ള സന്തോഷം ഞങ്ങൾക്കുണ്ട്. ചേലക്കരയിൽ നോക്കൂ, ചേലക്കരയിൽ 40,000-ലധികം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം അത് 12,000-ലേക്ക് കുറയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ 28,000 വോട്ടിന്റെ കുറവ് LDF-ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ LDF ഇനിയും പരിശോധിക്കേണ്ടതില്ലേ? പാലക്കാട് ഒരു വട്ടം പോയ ശേഷം ചേലക്കരയിലേക്ക് വരാമെന്ന് ഞാൻ കരുതുന്നു. വസീഫിലേക്ക് പോകുന്നു. വസീഫ്, ഇപ്പോൾ നിങ്ങൾ BJP-യും CPM-ഉം പരസ്പരം ഏറ്റുമുട്ടാത്ത ഇരുകൂട്ടരുടെയും പ്രചാരണ വിഷയങ്ങൾ ഒന്നാകുന്ന തെരഞ്ഞെടുപ്പാണ് പാലക്കാട് കണ്ടത്. അതിൻ്റെ ഫലം എന്തായെന്ന് നോക്കൂ. ഇപ്പോൾ പാലക്കാട് LDF-നാകെ കൂടിയത്
860 വോട്ടാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന രാഷ്ട്രീയം? ഇങ്ങനെയാണോ ഇനിയും മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഏതായാലും സ്മൃതിയുടെ ഒരു വലിയ വിനയം, ഒരു സഹിഷ്ണുത ഞാനിപ്പോൾ കണ്ടു. എത്ര മനോഹരമായിട്ടാ ചാമക്കാലയുടെ മുമ്പിൽ അങ്ങനെ വിനയാന്വിതയായി സ്മൃതി നിൽക്കുന്നത്. എന്താണ് അതിൻ്റെ കാര്യം എന്നെനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് പറയുന്നത് എന്താ, BJPയും ഞങ്ങളുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചു എന്ന്. നാണമുണ്ടോ പറയാൻ? ഈ മുനിസിപ്പാലിറ്റിയുടെ വികസന മുരടിപ്പിനെതിരെ ഒരിക്കലെങ്കിലും സംസാരിക്കാൻ കോൺഗ്രസ് ഉണ്ടായിരുന്നോ? ഇവിടുത്തെ കോൺഗ്രസിൻ്റെ MLA ഉണ്ടായിരുന്നോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഈ പറയുന്ന MLA ആയിരുന്ന ഷാഫി പറമ്പിൽ ലോകത്തെല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതികരിക്കുകയും പോസ്റ്റ് ഇടുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന ആള് ഈ മുനിസിപ്പാലിറ്റിക്കെതിരെ സംസാരിക്കുകയോ സമരം ചെയ്യുകയോ അവർക്കെതിരെ ശക്തമായ പോരാട്ടത്തിന് ഇറങ്ങുകയോ ചെയ്തത് നിങ്ങൾ കണ്ടിരുന്നോ? BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിക്കെതിരെ? ഇല്ലേ ഇല്ല. വികസന മുരടിപ്പായിരുന്നു ഈ മണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റിയിലും മണ്ഡലത്തിലും ആകെ ഉണ്ടായിരുന്നത്. എന്നിട്ട് പരസ്പരം ഒരു ഡീലിന്റെ പുറത്ത് അങ്ങ് അനുവദിച്ചു കൊടുക്കുന്ന രീതിയാ. അല്ല, ഒരിക്കലും നിങ്ങള് ജ്യോതികുമാർ ചാമക്കാല പറയുമ്പോ ഒന്നും മിണ്ടിയിട്ടില്ല. അങ്ങ് വിനയാന്വിതയായി നിൽക്കുക. ഞങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളാണോ? നിങ്ങളെ പ്രകോപ് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആവും. കോൺഗ്രസ് സംസാരിക്കുമ്പോഴാണ് നിങ്ങൾ ഇത്ര വളരെ വിനയാന്വിതയായിരിക്കുക. ഞാൻ പറയുമ്പോൾ ഏത് കാലത്താണ് നിങ്ങൾ ഇങ്ങനെ സശ്രദ്ധം കേട്ടിരിക്കില്ല. അതിനുള്ള സഹിഷ്ണുത നിങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അതൊരു പ്രശ്നമില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങളാണോ ഈ തെരഞ്ഞെടുപ്പിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയത്? ഇവിടെ DCC AICCക്ക് കത്തയച്ചു. ഒക്ടോബർ മാസം 15-ാം തീയതി AICCയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന അന്ന് തന്നെയാണ് ആ കത്തും വന്നത്. നിങ്ങൾക്കും ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. CPM ആണോ ഈ കത്തിന്റെ ഉത്തരവാദി? അല്ലല്ലോ. CPM ആണോ? ഇവിടെ 10 പേരോളം എവിടെ നിന്ന് പോന്നു? കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു പോന്നു. കോൺഗ്രസിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സംസാരിച്ചു. ഈ കോൺഗ്രസിന്റെ ഉപജാപക സംഘത്തിന്റെ നേതൃത്വത്തിനെതിരെ ശക്തമായ രീതിയിൽ സംസാരിച്ചു. നിങ്ങളുടെ ചാനൽ എത്രത്തോളം അത് കൊടുത്തു എന്നുള്ളത് മറ്റു കാര്യം. നിങ്ങളുടെ ചാനലിൽ ഒരു റിപ്പോർട്ടറെ കുറിച്ച് മാത്രമേ ഇവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. എന്നിട്ട് തന്നെ നിങ്ങളുടെ ചാനലിലെ നേതാക്കന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ മുതലാളിമാരെയും അതിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളെയും ഒക്കെ വിളിച്ച് വലിയ ഭാഷയിൽ വലിയ രീതിയിൽ വെല്ലുവിളിച്ച് അദ്ദേഹത്തെ മാറ്റിക്കാനും മറ്റൊക്കെ ഉള്ള ഇടപെടൽ നടത്തിയതൊക്കെ നാട്ടിൽ പാട്ടാണ്. അതിന്റെ പേരിൽ കൂടുതൽ എയർ ടൈം നിങ്ങൾ UDF സ്ഥാനാർത്ഥിക്ക് കൊടുത്തതും നാട്ടിൽ പാട്ടാണ്. നമ്മളിതൊക്കെ കേട്ടതല്ലേ. പലപ്പോഴും നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് ഞങ്ങൾക്ക് തന്നെ പറയേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ പോകുന്നത് തെറ്റായ രീതിയിലാണ്. എത്ര സമയ നിങ്ങൾ എതിർ സ്ഥാനാർത്ഥിക്ക് UDF സ്ഥാനാർത്ഥിക്ക് കൊടുത്തത്? നിങ്ങളുടെ ഓരോ ദിവസത്തെ ഇപ്പോൾ ജ്യോതികുമാർ ആളുകൾ കേൾക്കുന്ന സമയത്തൊക്കെ പറഞ്ഞു അവർക്കാകെ ഉണ്ടായ പ്രശ്നം SDPIയുടെ പ്രകടനത്തെ കുറിച്ചാണ്. ഇവിടെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മുതൽ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരൊന്ന് കേട്ടു നോക്കട്ടെ. നിങ്ങളുടെ എഡിറ്റേഴ്സ് അവറിൽ, നിങ്ങളുടെ ന്യൂസ് ടൈമിൽ എല്ലാം നിങ്ങളുടെ എയർ ടൈമിൽ ഏറ്റവും കൂടുതലുള്ളതാരാ? UDF സ്ഥാനാർത്ഥിയാ. എന്നിട്ട് UDF സ്ഥാനാർത്ഥിയെ ഞങ്ങളാരോ എന്തോ ചെയ്യുന്നു എന്നുള്ളതാ. ഞങ്ങളായിരുന്നില്ല, ഇവരുടെ കോർ ടീമിൽപ്പെട്ടവരാണ് ഞങ്ങൾക്കും നിങ്ങൾക്കും ഒക്കെ വിവരം തന്നുകൊണ്ടിരുന്നത്. അതിനനുസരിച്ച് ഉണ്ടായി വരുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾ പ്രതികരിക്കും. അത് പ്രതികരിക്കാൻ പറ്റില്ലേ? ഞങ്ങൾ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിച്ചതാണ് നിങ്ങൾ വിവാദങ്ങളാണ് എന്ന് പറയുന്നത്. ഈ സന്ദീപ് വാര്യരെ കൂട്ടിയത് തെരഞ്ഞെടുപ്പിനോട് അടുത്ത ദിവസങ്ങളിലാണ്. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെയും ചൂണ്ടിക്കാണിച്ചതാ, 4-5 ലഘുലേഖകൾ പള്ളികളിലാ വിതരണം ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ജയിക്കുന്നതിന് മുൻപ് പറഞ്ഞ അതേ കാര്യങ്ങൾ ഇനി ആവർത്തിക്കാൻ കാര്യമുണ്ടോന്നാണ് ചോദ്യം. അതൊക്കെ അല്ല, അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ കൊടുത്ത കാര്യങ്ങൾ നിങ്ങളുടെ ഇൻട്രോയിൽ എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഇൻട്രോ ഇപ്പൊ കേട്ടാൽ എന്താ തോന്നുക? ഓ, വളരെ നല്ല ഇൻട്രോ അല്ലേ? ഞങ്ങൾക്ക് പരാതിയില്ല എന്നാ നിങ്ങൾ കരുതിയ? നിങ്ങൾക്ക് പരാതി ഉണ്ടായിരിക്കാം വസീഫ്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ വസീഫ്, നിങ്ങൾ എങ്ങനെ തോറ്റു എന്നതിലുള്ള വിശകലനം എങ്ങനെയാണ് നടത്തുന്നത് എന്നാണ് എനിക്ക് അറിയേണ്ടത് വസീഫ്. ഞങ്ങൾ എങ്ങനെയാ തോറ്റതെന്നും ചേലക്കരയിൽ അവരെങ്ങനെയാ തോറ്റത് എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് അറിയാം. ഞങ്ങൾ അവിടെ ഏത് കാലത്താ ജയിച്ചത്? ജനം എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ജയിപ്പിച്ചത്? ജനം എങ്ങനെയാണ് ഈ 10,840 വോട്ട് നൽകി ജയിപ്പിച്ചത്? എന്തിനാ? ആരോടാ ചോദിക്കേണ്ടത്?
ഇതാ SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വർഗീയ ചുവയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലാണ് ഇവർ വിജയിച്ചത്. അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ടെങ്കിലും ഇപ്പോ വിപ്ലവം പറയുന്നവർക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങൾക്ക് വേണ്ട, ഇത്ര വലിയ അഭിമാന ബോധമുള്ളവരാണെങ്കിൽ, SDP-യെ പറയുമ്പോൾ പൊള്ളുന്നവരാണെങ്കിൽ, അഭിമാന ബോധത്താൽ പുളകിതരാകുന്നവരാണെങ്കിൽ, റിപ്പോർട്ടർ ചാനലിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ടർ പറയുന്നവരാണെങ്കിൽ ഞങ്ങൾക്ക് RSSനോടും സ്മൃതിക്ക് ചാനൽ റൂമിലുള്ള പരിചയം ഉണ്ടാവുള്ളൂ. ഈ RSSനോടും SDP-യോടും തെരുവിൽ ഏറ്റുമുട്ടുന്നവരാ ഞങ്ങള്, ജീവൻ കൊടുത്തവരാ ഞങ്ങള്. നിങ്ങൾക്ക് AC റൂമിലിരുന്ന് ഞങ്ങൾ വിമർശിക്കാം. പറയാൻ അനുവദിക്കുന്നില്ലെങ്കിൽ സ്മൃതി എന്നെ പറയാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ഞാനും അങ്ങ് ഇറങ്ങി പോവാം. നിങ്ങളുടെ എണ്ണ തുണിയോടുള്ള ഏറായിരുന്നല്ലോ ഇത്രയും നേരം. എന്നെ പറയാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ഞാനും അങ്ങ് ഇറങ്ങി പോകാം. നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിരുന്നു RSSും CPM-ഉം തമ്മിൽ ഡീലാണ് എന്ന്. ഇവിടെ ഇപ്പൊ സംഘർഷങ്ങളില്ല എന്ന്, കണ്ണൂരിൽ ഇപ്പൊ കൊലപാതകങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു. അതും നിങ്ങൾ ഏറെ ചെയ്തിരുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ പൊതുയോഗം നടത്തുകയാണെങ്കിൽ, പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ പോലും നിങ്ങൾ കാണിക്കുക പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന എന്തും വിളിച്ചു പറയുന്ന ആളുടെ പത്രസമ്മേളനം. അദ്ദേഹം പറഞ്ഞ വസ്തുതാപരമായ പിശകാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ കൊലപാതകങ്ങൾ നടന്നിട്ടില്ല എന്നാ പറയുന്നത്. 10ഓളം സഖാക്കളെയാണ് കണ്ണൂരിൽ മാത്രം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. RSSകാരാ കൊലപ്പെടുത്തിയത്. അങ്ങനെ കൊലപ്പെടുത്തി ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് RSS. എന്നിട്ട് RSSുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്നോ? ഞങ്ങളുടെ ഹരിദാസൻ ഉൾപ്പെടെ, ഞങ്ങളെ കണ്ണിപ്പയിൽ ബാബു ഉൾപ്പെടെ 2022-ലും 2018-ലും ഒക്കെ കൊല്ലപ്പെട്ടത് 2016 മുതൽ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിരുന്നില്ല. BJP-യുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കേട്ടില്ല. നിങ്ങൾ രണ്ടു കൂട്ടരും SDP ആരോപണവുമായി രംഗത്ത് വന്നു. അതാണ് ഞാൻ ചോദിച്ചത്. BJP-ക്കും CPM-നും ഒരേ ആയുധങ്ങളായിരുന്നോ എന്ന്. UDPI ആയിട്ടാണ് ഇവർ മത്സരിച്ചത്. UDPI ആയിട്ടാണ് കേരളത്തിലെ പാലക്കാട് ആര് മത്സരിച്ചത്? UDF മത്സരിച്ചത്. നിങ്ങൾ 96 മുതൽ എത്ര കാലം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് ഏത് കാലത്താണ് തൊട്ടുകൂടാത്തവരായത്? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ വ്യക്തമായി തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ പറഞ്ഞതല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞൂടെ? ഞങ്ങൾക്ക് ഇവരെ പോലെ പറഞ്ഞൂടെ? ഞങ്ങൾ ഇവരെ പോലെ ഒന്ന് പറയേണ്ട ആവശ്യമില്ല. ഒന്ന് മാടി വിളിച്ചാൽ ഓടി വരും ഈ വർഗീയവാദികൾ. കാരണം എന്താ അറിയോ? അവർക്ക് അതൊരു അവസരമാകും ഈ കേരളത്തെ തകർക്കാൻ. ഞങ്ങൾ അവരെ വിളിക്കില്ല. ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ട. അത് ഞങ്ങളുടെ നിലപാടാ. എത്ര വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാലും, എങ്ങനെയൊക്കെ തോൽക്കേണ്ടി വന്നാലും ഈ വർഗീയവാദികളുമായി ഒരു വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ചാനലിൽ മുൻകാലങ്ങളിൽ നിങ്ങൾ സ്വീകരിച്ച പിന്തുണയെ കുറിച്ചാണ് ചോദ്യം. നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് വർഗീയമല്ല. നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് വർഗീയമല്ല. അപ്പുറത്തുള്ളവർ സ്വീകരിക്കുമ്പോൾ വർഗീയമാകുന്നത് എങ്ങനെയാണ്? ഒരു മതസംഘടനയായി പ്രവർത്തിക്കുന്നവരാ. ജമാഅത്തെ ഇസ്ലാമി മുൻകാലങ്ങളിൽ ഒരു മതസംഘടനയായി പ്രവർത്തിക്കുന്നവരാ. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ തന്നെ വോട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. അവരിടക്കാലത്ത് അവരുടെ ഓരോ അഭിപ്രായത്തിൽ അവർ ഓരോരുത്തരുടെയും മൂല്യം നോക്കി വോട്ട് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. പിന്നീടാണ് അവര് മതരാഷ്ട്രവാദത്തിലേക്ക് ഊന്നിക്കൊണ്ട് ഈ കേരളം ഉൾപ്പെടെ അവർക്ക് സ്വാധീനമുള്ളിടത്തെല്ലാം ഈ മതരാഷ്ട്രവാദത്തിന്റെ രാഷ്ട്രീയം നാട്ടിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുന്ന രീതി ഉണ്ടായത്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്ക്. അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങളുടെ നിലപാട് പറയാറുണ്ട്. ഞങ്ങൾക്ക് വേണ്ട വോട്ട് എന്ന്. അങ്ങനെ പറയാനുള്ള ആർജവം കാണിക്കണ്ടേ? ഇനിയും ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പ്. ഇവർ പറയട്ടെ ഞങ്ങൾക്ക് ഈ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന്. ഇത്ര വലിയ പ്രയാസകരമായ രീതിയിൽ നിങ്ങളോടൊക്കെ കയർക്കുന്ന ഇവർക്കൊന്ന് പറയാൻ സാധിക്കണ്ടേ? ഇന്ന് നോക്കൂ, നിങ്ങൾ UDF-ന്റെ വിജയത്തിൽ ഞങ്ങൾ അവരെ അഭിനന്ദിക്കുന്നു, തർക്കമൊന്നുമില്ല. പക്ഷേ ആദ്യം പ്രകടനം നടത്തിയതാരാ? എങ്ങനെ അതിനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത്? ഒന്നാമത്തെ കാര്യം, നിരോധിത സംഘടനയല്ല വസീം, വർഗീയ നിലപാടുള്ള ഒരു സംഘടനയാണ്. നിരോധിച്ചു കഴിഞ്ഞിട്ട് പോരെ ഇങ്ങനെ ഈ അയിത്തം പറച്ചിൽ? നിരോധിത സംഘടനയല്ലെന്നേ.
നോക്കൂ, PFI-യുടെ ശരി, PFI-യുടെ ആണെങ്കിൽ കേന്ദ്രം നിരോധിക്കട്ടെ. ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്, വർഗീയ സംഘടനയാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന പല വർഗീയ സംഘടനകൾക്കൊപ്പം ചേർത്ത് വെക്കാവുന്ന ഒരു പേരാണ് SDPI. വസീഫ്, നിങ്ങളിപ്പോ പറഞ്ഞ് നിങ്ങൾ നഗരസഭയിൽ ഇത്ര വലിയ ലീഡ് നേടിയ നഗരസഭയിൽ BJP കേന്ദ്രങ്ങളിൽ നേടിയ നേട്ടത്തെയും SDPI-യുടെ പിന്തുണയോടെ എന്നാണോ വിലയിരുത്തുന്നത്? ഒരേ സമയത്ത് BJP-ക്കും RSS-നുമെതിരെയും SDPI-ക്കെതിരെയും ഞങ്ങൾ സമരം ചെയ്യാറുണ്ട്. ഞങ്ങൾ ഈ രണ്ട് വിഭാഗത്തിനെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കും. ഞങ്ങൾ ഈ നഗരസഭക്കെതിരെ, ഞങ്ങൾ അവിടെ പ്രചരണ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് ടൗൺ ഹാൾ പൂർത്തീകരിക്കാത്ത നഗരസഭക്കെതിരെ, അവിടെ ഗ്രൗണ്ട് പൂർത്തീകരിക്കാത്ത നഗരസഭയും MLA-ക്കുമെതിരെ ഒക്കെ ഞങ്ങൾ ഈ വികസന പ്രശ്നങ്ങൾ ഉയർത്തിയും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തിയും ഞങ്ങൾ പാലക്കാട് സമരം നടത്തിയിട്ടുണ്ട്. സ്മൃതിക്ക് ഓർമ്മയുണ്ടാകും, പാലക്കാട്ട് നഗരസഭയുടെ മുകളിൽ BJP ജയിച്ചപ്പോ അവരുടെ പതാക, RSS-ന്റെ പതാക അവിടെ മുനിസിപ്പാലിറ്റിയുടെ മുകളിൽ വലിച്ചു കെട്ടിയപ്പോ അത് വലിച്ചു താഴെയിട്ട് ഇന്ത്യൻ പതാക ഉയർത്തിയത് ഞങ്ങളാണ്, DYFI. നിങ്ങളുടെ നിലപാടിനെ കുറിച്ചാണ് എന്റെ ചോദ്യം. മുൻകാലങ്ങളിലെ പ്രവൃത്തിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റത്തെ കുറിച്ചാണല്ലോ വസീഫ് എന്റെ ചോദ്യം. CPM-ന് വന്നിരിക്കുന്ന മാറ്റത്തെ കുറിച്ചാണല്ലോ എന്റെ ചോദ്യം, അല്ലേ? നിങ്ങളുടെ ഒരു റിപ്പോർട്ടർ എത്ര ഒരു വാർത്ത അങ്ങ് റിപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അഭിപ്രായം പറഞ്ഞു, അതിന്റെ പേരിൽ നിങ്ങൾ ഇപ്പോ കിടന്നങ്ങ് വിയർത്തത് നമ്മൾ കണ്ടതല്ലോ. ഇനി അത് നിങ്ങളുടെ ഇങ്ങനെയൊന്നും പറയണ്ട. താങ്കൾക്ക് ഇതിൽ മറുപടി ഉണ്ടെങ്കിൽ പറയാം, ഞാൻ അല്ലെങ്കിൽ BJP പ്രതിനിധിയിലേക്ക് കൊണ്ടുപോകണം. നിങ്ങൾക്ക് കോൺഗ്രസിനെ കാണുമ്പോ കവാത്ത് മറക്കുന്ന ഒരു പ്രശ്നം ഇപ്പൊ ശരി, നന്നായി പരിഹാസം തീർന്നെങ്കിൽ അടുത്ത ആളിലേക്ക് പോകാം. മറുപടി പരിഹാസമല്ല കേട്ടോ, മറുപടി പറയാൻ പറ്റുമെങ്കിൽ മറുപടി പറയാം, പരിഹാസം മറുപടിയല്ല. CPM-നെതിരെ ഉള്ളത് പാലക്കാട് 860 വോട്ട് കിട്ടിയത് നിങ്ങൾക്ക് സരിനെ കൊണ്ടുവന്നിട്ട് അതൊരു നേട്ടമായിട്ടുണ്ടോ എന്നായിരുന്നു എന്റെ ചോദ്യം. താങ്കൾക്ക് ആവശ്യത്തിന് പറഞ്ഞു കഴിഞ്ഞു, ആവശ്യത്തിന് അപഹസിച്ചു കഴിഞ്ഞു. ഞാൻ ഇനി BJP പ്രതിനിധിയിലേക്ക് പോകുന്നു. MT രമേശ്, പാലക്കാട് MT രമേശ്, പാലക്കാട് നിങ്ങൾക്ക് 10,671 വോട്ടാണ് നഷ്ടമായിരിക്കുന്നത്. നിങ്ങളുടെ ശക്തി കേന്ദ്രമായിരുന്ന നഗരസഭ നിങ്ങൾ തകർന്നടിഞ്ഞിരിക്കുന്നു. അവിടേക്ക് UDF അതിശക്തമായി കുതിച്ചു കയറുകയും ചെയ്തിരിക്കുന്നു. എന്താണ് BJP-ക്ക് സംഭവിച്ചത്? നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട് ജയിക്കും എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നല്ലോ പാലക്കാട്. എന്താണ് സംഭവിച്ചത്? സ്മൃതി, നമ്മുടെ ഈ ചർച്ച തുടങ്ങിയിട്ട് അരമണിക്കൂറായി. ഈ അരമണിക്കൂർ നിങ്ങളും ഈ LDF-ൻ്റെയും UDF-ൻ്റെയും പ്രതിനിധികൾ തമ്മിലുള്ള വലിയ തർക്കമായിരുന്നു. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം, നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല, തർക്കിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ദിവസം രാജ്യത്ത് വലിയ കുറേ തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുള്ള ദിവസമാണ്. 2 സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പും ഏതാണ്ട് 50-ലേറെ ഉപതെരഞ്ഞെടുപ്പുകളും നടന്നിട്ടുള്ള ദിവസമാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ഞങ്ങൾക്ക് നേട്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും ദിവസമാണ്. മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി, ഏതാണ്ട് 4/3 ഭൂരിപക്ഷത്തോടുകൂടി BJP നേതൃത്വം കൊടുക്കുന്ന BJP-യുടെയും ശിവസേനയുടെയും NCP-യുടെയും മുന്നണി അധികാരത്തിൽ വന്നിട്ടുള്ള ഏറ്റവും ആഹ്ലാദകരമായ ചരിത്രപരമായൊരു വിജയം കൈവരിച്ചിട്ടുള്ള ദിവസമാണ്. അതോടൊപ്പം തന്നെ രാജ്യത്ത് നടന്ന 50-ലേറെ ഉപതെരഞ്ഞെടുപ്പുകളിൽ, ലോകസഭ, നിയമസഭ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ 25-ലേറെ മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജയിച്ചു. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശിലും ബീഹാറിലും ആസാമിലുമെല്ലാം ഞങ്ങൾ സീറ്റുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ദിവസമാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും 3 സ്ഥലത്തേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ആ 3 സ്ഥലത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 1,41,000 വോട്ട് പിടിച്ച മണ്ഡലമാണ്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഈ പ്രാവശ്യം പ്രിയങ്ക ഗാന്ധിക്കെതിരായിട്ട് ഞങ്ങൾ നല്ല രാഷ്ട്രീയ പോരാട്ടം ഞങ്ങൾ സംഘടിപ്പിച്ചു. എല്ലാവർക്കും വയനാട്ടിൽ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു, എല്ലാ മുന്നണികൾക്കും വോട്ട് കുറഞ്ഞു, എല്ലാ സ്ഥാനാർത്ഥികൾക്കും വോട്ട് കുറഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് കുറവുണ്ട്, പക്ഷേ എന്നിട്ട് ഞങ്ങൾക്ക് 1,10,000 വോട്ട് കരസ്ഥമാക്കാൻ സാധിച്ചു. LDF-മായി താരതമ്യം ചെയ്യുമ്പോൾ LDF-നേക്കാൾ വോട്ട് കുറവ് ഞങ്ങൾക്കാണ്, LDF-നേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഞങ്ങൾക്കാണ് സാധിച്ചത്. ഞങ്ങൾക്കൊരു വയനാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ BJP-യുടെ ഏറ്റവും ദുർബലമായൊരു പാർലമെൻറ്റ് മണ്ഡലമാണ്. ആ ദുർബലമായിട്ടുള്ള പാർലമെൻറ്റ് മണ്ഡലത്തിലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 1,00,000 വോട്ടിനേക്കാൾ കൂടുതൽ കരസ്ഥമാക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭഗീരഥ പ്രയത്നം
പ്രയത്നമായിരുന്നു. അവിടുത്തെ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് എല്ലാവരുടെയും പിന്തുണയോടുകൂടി നല്ല പെർഫോമൻസ് നടത്തി ഞങ്ങൾക്കത് സാധിച്ചു. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. ഉപതെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പെർഫോം ചെയ്യാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ചേലക്കരയിൽ പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ പ്രകടനം കാഴ്ചവെച്ചു. 2021 താരതമ്യം ചെയ്യുമ്പോൾ 10,000 വോട്ടിൻ്റെ മുന്നേറ്റം ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷേ O രാജഗോപാലിന് ശേഷം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുന്ന വ്യക്തി എന്നുള്ള ഒരു ചരിത്രം BJPയെ സംബന്ധിച്ചിടത്തോളം ചേലക്കര മണ്ഡലവും അവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീ ബാലകൃഷ്ണനും കരസ്ഥമാക്കി. അതും നിങ്ങൾക്ക് ആ അർത്ഥത്തിൽ വലിയ നേട്ടം തന്നെയാണ്. ഇനി പാലക്കാടേക്ക് വരുമ്പോൾ തീർച്ചയാണ് പാലക്കാട് ഞങ്ങൾക്കൊരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് ജയിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമായിരുന്നു ഞങ്ങൾക്കുണ്ടായത്. ജയിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ ഏതാണ്ട് 9 വർഷമായിട്ട് പാലക്കാട് നഗരസഭയുടെ ഭരണം BJPയുടെ നേതൃത്വത്തിലാണ്. 5 വർഷം ഭരണം പൂർത്തിയാക്കി പാലക്കാട്ട് ജനങ്ങൾ ആ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനത്തിലുള്ള അംഗീകാരമായിട്ടാണ് വീണ്ടും ഞങ്ങളെ ആദ്യത്തെ 5 വർഷം പാലക്കാട് നഗരസഭയിൽ ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടാമത്തെ ടേമിൽ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടി സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും പാലക്കാട്ട് ജനത അധികാരത്തിലേറ്റുന്നത് 5 വർഷത്തെ ഞങ്ങളുടെ വികസന പ്രവർത്തനത്തിൻ്റെയും ഞങ്ങളുടെ ഭരണ നേട്ടത്തിൻ്റെ മെച്ചമായിട്ടാണല്ലോ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചൊരു 2021 ഈ ശ്രീധരൻ പിടിച്ച 50,000 വോട്ടിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജയിക്കാൻ സാധിക്കുമെന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് നഗരസഭയിലടക്കം ഞങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങളത് അംഗീകരിക്കുന്നു. ചേലക്കരയിൽ വിജയിച്ചിട്ടുള്ള LDFനെയും പാലക്കാട് വിജയിച്ചിട്ടുള്ള UDFനെയും ഞങ്ങൾ അംഗീകരിക്കുന്നു. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം UDFന് വലിയ വിജയമാണ്. 18,000 വോട്ടോളം UDF സ്ഥാനാർത്ഥി വിജയിക്കുക എന്ന് പറയുന്നത് അവർ തന്നെ പറഞ്ഞതുപോലെ അവിടെ പ്രതീക്ഷയ്ക്കപ്പുറത്താണ്. വലിയ വിജയമാണ്. ഞങ്ങൾ UDFനെയും LDFനെയും ആ അർത്ഥത്തിൽ അംഗീകരിക്കുന്നു. പാലക്കാട് ഞങ്ങൾക്ക് എവിടെയാണ് പിഴച്ചത് ഞങ്ങൾ പരിശോധിക്കും. ഒരു തെരഞ്ഞെടുപ്പും അന്തിമമല്ലല്ലോ. ഞങ്ങൾ പാലക്കാട് തുടർച്ചയായിട്ട് വിജയങ്ങൾ മാത്രം കരസ്ഥമാക്കിയിട്ടുള്ള പാർട്ടിയൊന്നുമല്ല. പാലക്കാട് ഞങ്ങൾക്ക് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്, മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. തിരിച്ചടികൾ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം എവിടെയാണ് ഞങ്ങൾക്ക് പിഴവുകൾ പറ്റിയത് വിജയം മാത്രം പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഈ വോട്ടെണ്ണൽ പകുതിയാകുന്ന വോട്ടെണ്ണലല്ല പോളിംഗിന്റെ പകുതിയാകുന്ന സമയത്ത് തന്നെ വിജയം ഉറപ്പിക്കുന്നു എന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ആത്മവിശ്വാസം അവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പറ്റിയിരിക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടാകുമല്ലോ. നിങ്ങൾക്ക് RSS കൃത്യമായി എല്ലാ കേന്ദ്രങ്ങളിലും പോയി വോട്ട് പിടിച്ചിട്ടുണ്ട് നിശബ്ദമായി തന്നെ. അതായത് അപ്പുറത്ത് LDFും UDFും തമ്മിൽ പോര് നടക്കുമ്പോൾ BJP നിശബ്ദമായി വോട്ട് പിടിക്കുന്നു എന്ന രീതിയിലുള്ളൊക്കെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് ചോർന്നു എന്ന് പറയുമ്പോൾ അത് സംഘടനയ്ക്കകത്ത് തന്നെ പ്രശ്നങ്ങളായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിനുള്ള മറുപടി അല്ല, സംഘടനക്കകത്ത് പ്രശ്നങ്ങളില്ല. വോട്ട് കുറഞ്ഞു എന്നുള്ളത് ഞാൻ സമ്മതിച്ചല്ലോ. 2021 ഈ ശ്രീധരൻ സാറിന് കിട്ടിയിട്ടുള്ള വോട്ടുകൾ മുഴുവൻ BJPക്ക് കിട്ടണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ തന്നെ അവിടെ പിടിച്ച വോട്ടിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ സംസ്ഥാന പ്രസിഡന്റ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക. സംസ്ഥാന പ്രസിഡന്റ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ഫീൽഡിൽ നിന്ന് കിട്ടുന്നിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾക്കങ്ങനെ പ്രതീക്ഷയുണ്ടായിരുന്നു. വർക്ക് നന്നായി നടന്നിട്ടുണ്ട്. എവിടെയാണ് ഇപ്പോൾ പരിശോധിച്ചാലല്ലേ, ഓരോ ബൂത്തും പരിശോധിക്കുമ്പോഴല്ലേ നമുക്ക് എവിടെയാണ് വോട്ട് കുറഞ്ഞിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് പരിശോധിക്കണം. ഞങ്ങൾ ഒരിക്കലും വോട്ട് കുറഞ്ഞില്ല, ഞങ്ങൾ മുന്നേറി എന്നൊന്നും പറയുന്നില്ലല്ലോ. ഫാക്ട് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. പാലക്കാട് ഞങ്ങൾക്ക് സെറ്റ് ബാക്ക്, ചേലക്കരയിൽ ഞങ്ങൾ മുന്നേറി, വയനാട്ടിൽ ഞങ്ങൾക്ക് നിലനിർത്താൻ സാധിച്ചു, പാലക്കാട് ഞങ്ങൾ പുറകോട്ട് പോയി. ഇതാണ് 3 യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിൻ്റെ പുറത്ത് പാലക്കാട് എന്താണ് സംഭവിച്ചത് ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ തിരുത്തും. ഞാൻ പറഞ്ഞല്ലോ, ഒരു തെരഞ്ഞെടുപ്പും അന്തിമമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ വിജയിച്ച ദിവസം ആ വിജയത്തിന് ആരാണ് അവകാശികൾ എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞതുകൂടെ ഞാൻ മാത്രം പറയാം. SDPയും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചൊക്കെ ഇവിടെ വല്ലാതെ പറയുന്നു കേട്ടു. SDPയെക്കുറിച്ചും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുമൊക്കെ പറയാൻ LDFനും അധികാരമില്ല, UDFനും അധികാരമില്ല. കാരണം ഇവരൊക്കെ തരാതരം പോലെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. വസീഫിനോട് ഞാൻ പറയാം, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നോട് സ്വീകരിച്ചിട്ടില്ലേ? മുക്കം മുനിസിപ്പാലിറ്റികൾ നിങ്ങൾ എങ്ങനെയാണ് ഭരിച്ചത്? നിങ്ങളുടെ നാടല്ലേ, നിങ്ങൾക്ക് തൊട്ടടുത്ത സ്ഥലമല്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ഭരിച്ചത് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരുടെ കൂടിയായിരുന്നു നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ഈരാറ്റുപേട്ടയിലും പത്തനംതിട്ടയിലും ആരുടെ കൂടിയായിരുന്നു അറിയാമല്ലോ.
അപ്പോൾ LDF ഉപയോഗിച്ചിട്ടുണ്ട്, UDF ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ LDFും UDFും ചേലക്കരയിൽ LDFും പാലക്കാട് UDFും ജയിച്ചു. അതിൻ്റെ എല്ലാം വിജയത്തിൻ്റെ പിതൃത്വം ഏതെങ്കിലും ഒരു സംഘടനക്കാണ് അവകാശപ്പെടുന്നില്ല. അത് UDFിൻ്റെയും LDFിൻ്റെയും വിജയമായിട്ട് കാണാനാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകർ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനവരെ സഹായിച്ച പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിലൊന്ന് അവർ ഇവരുടെ പിന്തുണ സ്വീകരിച്ചതാണ്. മറ്റ് പല ഘടകങ്ങളുമുണ്ട് സ്വീകരിച്ചതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറ്റിയ പിഴവെന്താണ് ഞങ്ങൾ പരിശോധിക്കും. അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തൃശ്ശൂരിന്റെ ഒരു തുടർച്ച പാലക്കാട് ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എ ക്ലാസ് മണ്ഡലം എന്ന പേര് ഇനി മാറ്റേണ്ടി വരികയല്ലേ? അതെന്തിനാണത്? ഞങ്ങൾ പാലക്കാട് ഈ രണ്ട് മുന്നണികളോടും മത്സരിച്ചിട്ട് ഞങ്ങൾക്ക് ഏതാണ്ട് 40,000-39,000 സംതിങ് വോട്ട് കിട്ടിയില്ലേ? ഞങ്ങൾക്കൊരു 4,000 വോട്ടിൻ്റെ കുറവല്ലേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ മത്സരിക്കുന്നത് കേരളം ഭരിക്കുന്ന ഒരു മുന്നണിയും പ്രതിപക്ഷ മുന്നണികളുമാണ്. ആ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ, മുഖ്യമന്ത്രി അടക്കമുള്ള പരിവാരങ്ങൾ ഒരു ഭാഗത്ത്, പ്രതിപക്ഷ നേതാവിത്വത്തിലുള്ള UDFിൻ്റെ സംഘം മറുഭാഗത്ത്, MLA-മാർ, MP-മാർ, ഞങ്ങൾക്കാകെ കുറച്ച് നേതാക്കന്മാർ, ആകെ MP ആയിട്ട് വരാൻ സുരേഷ് ഗോപി മാത്രമേ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സുരേഷ് ഗോപി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പുറത്ത് LDFിൻ്റെയും UDFിൻ്റെയും പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുടെ പട വരുമ്പോൾ അവരോട് ഏറ്റുമുട്ടിക്കൊണ്ട് ഞങ്ങൾ ഇത്രയെങ്കിലും എത്തിയല്ലോ. ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ അത്യധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് ഈ UDFും LDFും എന്ന് പറയുന്ന വലിയ പർവ്വതം പോലെയുള്ള രണ്ട് മുന്നണികളും എഴുതിയിട്ട് ഞങ്ങൾ 40,000 പേര് എത്തിയിട്ടുണ്ട്. ഒരു 45,000 വോട്ട് വരെ എത്തേണ്ടതായിരുന്നു, അത് എത്തിയില്ല. അതെവിടെയാണ്? ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ ചില കുറവുകൾ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ പരിശോധിക്കും. അതിൻ്റെ അർത്ഥം പാലക്കാട് മണ്ഡലം എന്നതിനെ തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. പാലക്കാട് മുനിസിപ്പാലിറ്റിയും പാലക്കാട് മണ്ഡലവും BJPക്ക് ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലമാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് എവിടെയാണ് പാകപ്പിഴവുകൾ പറ്റിയത് പരിശോധിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ചേലക്കരയിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? അത്രയും സംഘടനാ സംവിധാനം അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒരു 3-3.5 മാസം മുൻപ് തന്നെ അവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ സജീന്ദ്രനും നവാസും അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തി പ്രവർത്തനം തുടങ്ങിയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ബൂത്ത് തലത്തിൽ വളരെ വളരെ ശ്രദ്ധാപൂർവം നടത്തിയ പ്രവർത്തനം എവിടെയാണ് പരാജയപ്പെട്ടത്? അവിടെ ആ സംവിധാനം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും ആ തരത്തിൽ ചേലക്കരയിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ച പിഴവ്? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് വസീഫ് പറഞ്ഞ 1-2 കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ഞങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങൾ മുഖത്ത് നോക്കി പറയും. ഞങ്ങളിപ്പോൾ റിപ്പോർട്ടറിനോടുള്ള എതിരഭിപ്രായമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള എതിരഭിപ്രായത്തിൻ്റെ പുറത്ത് നിങ്ങൾ എത്രയോ കാലമായി ആരെയൊക്കെ ബഹിഷ്കരിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഞങ്ങൾ പറഞ്ഞത് ഇത്ര മാത്രം. ഞങ്ങളെ സഹായിച്ച, ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. UDFിൻ്റെ വോട്ട് മാത്രമല്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, പല ഭാഗത്തുനിന്ന് വോട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങളെ അംഗീകരിക്കാൻ തയ്യാറുള്ള ആർക്കും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം. എത്രയോ DYFയുടെ നേതാക്കന്മാർ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ശരണ്യെ പോലുള്ള ഒരാൾ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി അഭിപ്രായ വ്യത്യാസമുണ്ടായ DYFI നേതാക്കന്മാർ വോട്ട് ചെയ്തിട്ടുണ്ട്. എത്രയോ അറസ്റ്റുകാർ വോട്ട് ചെയ്തിട്ടുണ്ട്. ആരെല്ലാം ചെയ്തിട്ടുണ്ട്, ചെയ്യട്ടെന്നേ, അങ്ങനെയുള്ളവർ പ്രകടനം നടത്തട്ടെന്നേ. പക്ഷേ അതുകൊണ്ട് ഇതൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ പച്ച തൊടില്ല എന്ന ഒരു വാചകം അത് മനഃപൂർവ്വമായി ഉപയോഗിച്ചതാണ്. അത്തരത്തിലുള്ള വാചകം ഒരു റിപ്പോർട്ടറുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. അതിനുള്ള പ്രതിഷേധം കൂടിയാണ് രേഖപ്പെടുത്തിയത്. മറ്റേത് ഇന്നലെ നടന്നിട്ടുള്ള നിങ്ങളുടെ എഡിറ്റേഴ്സ് അവരിൽ നിന്ന് വന്നുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ സൂചിപ്പിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ തീരുമാനിച്ചിരുന്നല്ലോ. 2.25 ലക്ഷം അല്ലെങ്കിൽ പരമാവധി സ്മൃതിയുടെ വകയൂടെ ചേർത്ത് 3 ലക്ഷം നോക്കി. അപ്പോൾ അതിനകത്തുള്ള ഞങ്ങളുടെ എതിരഭിപ്രായം. ഇവിടെ നിങ്ങളുടെ പല റിപ്പോർട്ടർമാരും നിങ്ങളുടെ ചാനലിൽ നിന്ന് പുറത്തുപോയ ഒരാളോട് ഇപ്പോഴും വ്യക്തിബന്ധം സൂക്ഷിക്കുകയും അദ്ദേഹമാണോ ഇപ്പോഴും അവർക്ക് ശമ്പളം കൊടുക്കുന്നത് പോലും സംശയം തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനത് പറയാൻ വന്നത് തന്നെയാണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അത് ഞങ്ങളുടെ അഭിപ്രായമാണെന്നേ. അത് പറയുന്നതിൽ എന്താ വസീഫിന് തോന്നുന്നത്? ഇനി ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായി ഈ 3 നിയോജകമണ്ഡലത്തിലും കൃത്യമായ മുന്നൊരുക്കത്തോടുകൂടി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ചേലക്കരയിൽ ഞങ്ങൾ പരാജയപ്പെട്ടു, ശരിയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ ആ ഭൂരിപക്ഷം 12,000-ലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ 28,000 വോട്ടിൻ്റെ കുറവ്, അഥവാ LDFിൻ്റെ ഭാഗത്തുനിന്ന് 28,000 വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ LDFിൻ്റെ ഭാഗത്തുനിന്ന് 14,000 വോട്ട് UDFിൻ്റെ ഭാഗത്തുനിന്ന് വന്നു എന്ന് വേണ്ടി നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഈ 4 വർഷം കൊണ്ട് 14,000 ആളുകൾ, നേരത്തെ LDFിന് വോട്ട് ചെയ്ത 14,000 ആളുകൾ മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നേട്ടമായി ഞങ്ങൾ കണക്കാക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് പരമ്പരാഗതമായി LDFിനോടൊപ്പം നിൽക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മെച്ചപ്പെട്ട ഭേദപ്പെട്ട പ്രകടനം നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ആത്മസംതൃപ്തി നൽകുന്നത് ഇതിനപ്പുറത്തേക്ക് താങ്കൾ പറഞ്ഞത് തന്നെയാണ്. ഞങ്ങൾ വളരെ ചിട്ടയായ പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ ഞങ്ങളുടെ മെഷീനറി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്രയേറെ ശക്തമായി സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു കാലഘട്ടം മുൻപുണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ പോലും സമ്മതിച്ചിട്ടുള്ളതാണ്, എതിരാളികൾ പോലും സമ്മതിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ വോട്ട് കുറഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നായിരുന്നു, തർക്കമില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ശ്രീ ചാമക്കാല, KC വേണുഗോപാൽ തന്നെ പറഞ്ഞത്
ചേലക്കരയിലെ വിജയമാണ് കാര്യങ്ങൾ നിർണ്ണയിക്കുക, ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് നിശ്ചയിക്കുക ചേലക്കരയിലെ ഫലമാണ് എന്നുകൂടി KC വേണുഗോപാൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് തുറന്ന് സമ്മതിക്കലാണോ? അല്ല, അത് പറയുമ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ ഇതിൻ്റെ ചുവരെഴുത്ത് വായിക്കേണ്ടത്. ശരിയാണ്, അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾക്ക് ഇത്രയേറെ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഞങ്ങൾക്ക് വിജയത്തിന് തുല്യമായ ഒരു പരാജയമാണ് ഞങ്ങൾക്കവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ പിന്നെ മുനിസിപ്പാലിറ്റിയെക്കുറിച്ചും പാലക്കാടേക്ക് വരുമ്പോൾ, പാലക്കാട് ഞങ്ങളെ സംബന്ധിച്ച് ചരിത്രത്തിലില്ലാത്ത വിജയമല്ലേ. അവിടെ എന്താ CPM മത്സരിച്ചില്ലേ, ഇടതുപക്ഷം മത്സരിച്ചില്ലേ, അവരെന്തെല്ലാം ഏർപ്പാടുകളാണ് ശ്രമിച്ചു നോക്കിയത് ഈ വിജയം നേടാൻ വേണ്ടി. അവരുടെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞില്ലേ 70,000 വോട്ട് ലഭിക്കുമെന്ന്. എനിക്ക് സ്വന്തമായി 10,000 വോട്ടും ബാക്കിയുള്ള വോട്ടും കൂടെ ആകുമ്പോഴത്തേക്ക് LDFിൻ്റെ വോട്ടാകുമ്പോൾ 70,000 വോട്ടും 1,37,000 വോട്ട് പോൾ ചെയ്തതിൽ 70,000 വോട്ട് ലഭിക്കും ഇന്നല്ലാത്തിലും ആ സ്ഥാനാർത്ഥി പറഞ്ഞതല്ലേ. എന്തുകൊണ്ട് അവർക്ക് 37,000-ലേക്ക് ചുരുങ്ങി? വെറും 37,000 വോട്ടിലേക്ക് ചുരുങ്ങുന്ന സാഹചര്യത്തിലേക്ക് LDF എത്തിപ്പെട്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ആലോചിക്കണ്ടേ? 39,000 വോട്ടിലേക്ക് BJP എത്തിപ്പെട്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ആലോചിക്കണ്ടേ? ഞങ്ങൾക്ക് അവിടെ 58,000 വോട്ട് ലഭിച്ചത് ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ കണക്കൂട്ടിയിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് 1,37,000 വോട്ട് പോൾ ചെയ്തപ്പോൾ 37,000 വോട്ട് തന്നെയാണ് ഞങ്ങൾ LDFന് ഞങ്ങൾ കണക്കാക്കിയിരുന്നത്. ബാക്കി 50,000 വോട്ടിൽ ഞങ്ങൾക്ക് എങ്ങനെ പോയാലും ബാക്കി 1,00,000 വോട്ടിൽ ഞങ്ങൾക്ക് എങ്ങനെ പോയാലും 55,000-നും 56,000-നും ഇടയ്ക്ക് വോട്ട് ലഭിക്കുമെന്നും BJPക്ക് അതുപോലെ തന്നെ 44,000-നും 45,000-നും ഇടയ്ക്ക് വോട്ട് ലഭിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. എന്നാൽ BJPക്ക് അതിനേക്കാൾ വോട്ട് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് തിളക്കമാർന്ന വിജയം ഉണ്ടായിരിക്കുന്നു. LDFന് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. സരിനെ കൊണ്ടുവന്നതിൽ നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്കെതിരായി നടത്തിയിട്ടുള്ള എല്ലാ പ്രചാരണങ്ങളും, ഇപ്പോൾ അതേ ഒത്തിരി പ്രചാരണങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതൊക്കെ വസീഫ് ആവർത്തിച്ച് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. ഒറ്റ കാര്യം, ട്രോളി ബാഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇത്രയേറെ ഞങ്ങളുടെ ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞു. ഇൻഫർമേഷൻ കിട്ടിയാൽ ആ ഇൻഫർമേഷൻ കറക്റ്റ് ആയിരിക്കണ്ടേ? ഇപ്പോൾ റോങ് ആണെന്ന് ബോധ്യപ്പെട്ടില്ലേ? ഇനി അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഒരു FIR അന്വേഷിച്ചില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മടി? അപ്പോൾ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് വിവാദങ്ങൾ മാത്രമായിരുന്നു താല്പര്യം. ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും പിന്നെ വികസന കാര്യങ്ങൾ പറയാറുണ്ട്. ഇവിടെയും മുനിസിപ്പാലിറ്റിയെക്കുറിച്ച് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ താങ്കൾ എങ്ങനെയാണ് പറയുക? മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് മുൻ MLA ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മുൻ MLA തുടർച്ചയായി 3 തവണ ഷാഫി പറമ്പിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വികസന നേട്ടങ്ങളും മുനിസിപ്പാലിറ്റിക്കും BJPക്കും എതിരായിട്ടുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം 3 പ്രാവശ്യവും ജയിച്ചിട്ടുള്ളത്. എന്നിരിക്കെ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തേ വോട്ട് ഷെയർ കുറഞ്ഞു? 37,000 വോട്ടായി കുറഞ്ഞു പോയത്. അപ്പോൾ ഇവിടെ മിന്നുന്ന വിജയം ഞങ്ങൾക്ക് പാലക്കാട് സമ്പാദിക്കാൻ കഴിഞ്ഞു. ചേലക്കരയിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. അമിതമായ ഭൂരിപക്ഷം, 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഞങ്ങൾ പഞ്ചായത്തിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾക്ക് 4 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം നിങ്ങളുടെയൊക്കെ പ്രവചനങ്ങളെ അതിജീവിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് 4,10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്ക് വയനാട്ടിൽ ജയിക്കാൻ കഴിഞ്ഞു. എല്ലാ അർത്ഥത്തിലും UDFിനോടൊപ്പം ജനാധിപത്യ ചേരിയോടൊപ്പം കേരളീയ സമൂഹം നിൽക്കുന്നു. ചേലക്കരയിൽ പരാജയത്തിന് കാരണം എന്താണ് എന്നുള്ള വിലയിരുത്തലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ ശ്രീ ചാമക്കാല? അത് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലും അവിടെ പ്രവർത്തിച്ചിട്ടും പരാജയപ്പെടുന്നെങ്കിൽ എന്താണ് അതിന് കാരണം? ഞങ്ങളതിനെക്കുറിച്ച് പഠിക്കും. ഞങ്ങൾക്ക് ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നേട്ടമായി കാണുമ്പോഴും ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയാതെ പോയതിനെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായി പഠനം നടത്തും. അതിനുള്ള വേണ്ട ആ പഠനത്തിൽ നിന്നും ഞങ്ങൾ ബോധ്യപ്പെടുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വേണ്ട തിരുത്തലുകൾ നടത്തും. ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ അങ്ങനെയാണല്ലോ വേണ്ടത്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. തീർച്ചയായിട്ടും പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും. ഇത് ഞങ്ങൾ പക്ഷേ പരാജയമായി കണക്കാക്കുന്നില്ല. 40,000-ൽ നിന്നും 12,000-ലേക്ക് ആ വോട്ട് ഷെയർ, ആ നിയോജകമണ്ഡലത്തിൽ ചേലക്കര എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുൻസി = CPM അല്ലെങ്കിൽ LDF എന്ന് എഴുതി വെക്കാവുന്ന ഒരു കോൺസ്റ്റിറ്റ്യുൻസിയില്ലേ കേരളത്തിൽ അങ്ങനെ എഴുതാൻ കഴിയുന്ന ആദ്യത്തെ 4-5 കോൺസ്റ്റിറ്റ്യുൻസിയിൽ പെടുന്ന സ്ഥലമല്ലേ ചേലക്കര. അങ്ങനെയുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ആ ഭൂരിപക്ഷം 12,000-ലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് പാലക്കാടിന്റെ കാര്യത്തിൽ നിങ്ങളോടും അങ്ങനെ പറയാൻ പറ്റും CPM-ന്? പക്ഷേ പാലക്കാടിൻ്റെ കാര്യത്തിൽ CPM പറയാൻ കഴിയില്ല. 2006 വരെ KK ദിവാകരനായിരുന്നു അവിടെ ജയിച്ചിരുന്നത്. 2011-ൽ KK ദിവാകരൻ 2ാം സ്ഥാനത്താണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ പറയാൻ കഴിയുക? 2006 വരെ വിജയിച്ചുകൊണ്ടിരുന്ന, ഡീലിമിറ്റേഷന് ശേഷവും 2ാം സ്ഥാനത്തുണ്ടായിരുന്ന 35% വോട്ടുണ്ടായിരുന്ന LDF ഇപ്പോൾ 27%-ലേക്ക് 26%-ലേക്കും 25%-ലേക്കും ആരാണെന്നേ? രാധാകൃഷ്ണൻ 40 കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ രാധാകൃഷ്ണന് കിട്ടി 4 വർഷം കഴിഞ്ഞ് അദ്ദേഹം MP ആയി പോയി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടത്തേക്ക് ഞങ്ങൾ ആ പഴയ ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നില്ലേ? അത് ഞങ്ങളുടെ പ്രവർത്തന മികവുകൊണ്ടല്ലേ, തന്നെ ഉണ്ടായതല്ലോ. അപ്പോൾ രാധാകൃഷ്ണനോളം വ്യക്തിപ്രഭാവമുള്ള ആ നിയോജകമണ്ഡലത്തിൽ നേരത്തെ MLA ആയിരുന്നിട്ടുള്ള ആളിനോട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഞങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെട്ടത് തന്നെയായിരുന്നു. ഞങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെ കാര്യങ്ങൾ കാണുന്നു. ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങളുടെ മുമ്പിലുണ്ട് താനും.
ശരി, വസീഫ്, ഇപ്പോൾ ചേലക്കരയുടെ വിജയം അഭിമാന വിജയം തന്നെ, 12,201 വോട്ട്. കാരണം അവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറഞ്ഞെടുത്താണ് ആ വോട്ട് കിട്ടിയത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ വോട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. UR പ്രദീപിനെ സംബന്ധിച്ചും അങ്ങനെ വോട്ട് കിട്ടിയിട്ടില്ല. മറുവശത്ത് അപ്പുറത്ത് പരാജയപ്പെട്ടവരാണെങ്കിലും BJPക്കും വോട്ട് കൂടി, കോൺഗ്രസിനും വോട്ട് കൂടി. കോൺഗ്രസിന് 8,611 വോട്ട്, BJPക്ക് കൂടിയത് 9,564 വോട്ടുകൾ. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? സ്മൃതി, അവിടെ ഇപ്പോൾ പരാജയപ്പെട്ട ഇവരുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി മാസങ്ങൾക്ക് മുമ്പ് അവിടെ മത്സരിച്ചു. ആ മത്സരിച്ച് അവർക്ക് കിട്ടിയ വോട്ട് എത്രയെന്നുള്ളതും കൂടി നിങ്ങളൊന്ന് വെറുതെ ഒന്ന് പ്രേക്ഷകരെ കേൾപ്പിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞേക്ക്. 5,000 ചില്ലാൻ വോട്ടിന് 5,200 വോട്ടിനെ ഞങ്ങൾക്ക് അവിടെ മെജോറിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു 4-5 മാസം മുമ്പ് അവിടെ നിന്നാണ് ഞങ്ങൾ 12,000-ലേക്ക് എത്തുന്നത്. ആ ഒരു ധൈര്യത്തിലാണ് ഇവർ പറഞ്ഞിരുന്നത് 2,000 മുതൽ 5,000 വരെ വോട്ടിന് ഞങ്ങൾ അവിടെ ജയിക്കും. ചേലക്കരയാണ് അല്ല ഞാൻ പറഞ്ഞോട്ടെ എന്ന്, ആ ചേലക്കരയാണ് ഞങ്ങൾ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ചേലക്കരയിലും പാലക്കാടും അതുപോലെ തന്നെയാ. ഈ 3-4 മാസം മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിനേക്കാൾ ഞങ്ങൾ മുകളിലേക്ക് വന്നു, വലിയ വ്യത്യാസം ഉണ്ടാക്കി ഞങ്ങൾ മുകളിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ? ഞങ്ങൾക്ക് വലിയ മെച്ചമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്, മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. വയനാട്ടിൽ മാത്രമാണ് നേരത്തെ രാഹുൽ ഗാന്ധി മത്സരിച്ച BJPക്ക് കൂടിയ 9,564 വോട്ടുകൾ എവിടെ നിന്നാണ് വസീഫ്? കോൺഗ്രസ് ആയിരിക്കാം, ലോകസഭയിലൊക്കെ കോൺഗ്രസ് കിട്ടിയല്ലോ. പിന്നെ രാധേട്ടന് കിട്ടുന്ന വോട്ട്, രാധേട്ടന് കിട്ടുന്ന വോട്ട് എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ആ മണ്ഡലവും രാധേട്ടനും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. വർഷങ്ങളായിട്ട് നേരത്തെ ഈ UR പ്രദീപ് മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് അത് പൂർണ്ണമായും പൊളിറ്റിക്കൽ ആവണം അല്ലെങ്കിൽ CPM വോട്ടാകണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. 10,000 വോട്ടിനാണ് അവിടെ തന്നെ നേരത്തെ UR പ്രദീപ് MLA ആയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ 12,000-ലേക്ക് വരുന്നത്. അതും ഏതാ സമയം? സ്മൃതിയെ പോലെയുള്ളവർ വാതോരാതെ CPM എന്ന് പറയുന്നത് ഈ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ട പ്രസ്ഥാനമാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വായിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഇവിടെ BJPയും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും RSSും എല്ലാവരും കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്ന സമയത്താണ് മിന്നുന്ന വിജയവുമായി ചേലക്കരയിൽ UR പ്രദീപ് നിൽക്കുന്നത്. അതുകൊണ്ട് അത് വലിയ മുന്നേറ്റമാണ്, അതിലൊരു തർക്കവും വേണ്ട. അത് വലിയ മുന്നേറ്റമാണ്. അതുപോലെ തന്നെയാണ് പാലക്കാട്. നിങ്ങൾ എല്ലാവരും കൊണ്ടുപിടിച്ച് ശ്രമിച്ചിട്ടും പറഞ്ഞോട്ടെ, അവര് പറയുമ്പോ നിങ്ങൾ ഇടപെട്ടില്ല. നിങ്ങൾ എന്താ ഇങ്ങനെ ഞാൻ പറയുമ്പോ മാത്രം ഇങ്ങനെ അസ്വസ്ഥയാവും. ഈ ജ്യോതികുമാർ പറയുന്ന സമയത്ത് ഇങ്ങനെ പ്രായം കൊണ്ടാണോ ബഹുമാനം കൊണ്ടാണോ എപ്പോ ചോദിച്ചു അവസാനം സപ്ലിമെന്ററി ഇങ്ങനെ ഡിസ്റ്റർബ് ആകുന്നില്ല നിങ്ങള്? അതാ പറഞ്ഞ, നിങ്ങളൊന്ന് മാറിയാലല്ലേ നമുക്കൊക്കെ ഒന്ന് മാറാൻ പറ്റൂ. നമുക്ക് ആഗ്രഹമുണ്ട് മാറണമെന്ന്, പക്ഷെ നിങ്ങൾ മാറൂല. നിങ്ങൾ പൂർണ്ണമായും കോൺഗ്രസിന് വിധേയപ്പെട്ട് അവർ വരുമ്പോ ഇങ്ങനെ മിണ്ടാതിരുന്ന് വളരെ പറഞ്ഞിട്ട് ഒരക്ഷരം നിങ്ങൾ അങ്ങോട്ട് പറയുന്നില്ല. ഇതെങ്ങനെ ഞങ്ങൾ ആരാ പറഞ്ഞെങ്കിലും? അപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞതിൽ നിന്ന് ഇവരെ ഒളിച്ചോടി. ഇവിടെ AICCക്ക് കത്തയച്ചത് ഞങ്ങളായിരുന്നോ? ഞങ്ങളല്ലല്ലോ. ഇവിടെ 10ഓളം പേര് കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഞങ്ങൾ എന്തോ പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. അല്ല, ഞാനത് പറഞ്ഞോട്ടെ. ഞങ്ങൾ ഇവിടെ പറയുന്നുണ്ട് മുനിസിപ്പാലിറ്റി BJPക്കും അതോടൊപ്പം MLA സീറ്റ് കോൺഗ്രസിനും എന്നുള്ള ഇവരുടെ ഒരു ഡീലുണ്ട്. കാലങ്ങളായി ഇവിടെ നടക്കുന്നത്. ഇവരപ്പാടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP മുന്നിൽ വരും എന്ന് പറഞ്ഞ ഒരു വോട്ടിന്റെ ഏകീകരണത്തിന് ബോധപൂർവമായി ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് ജമാഅത്തെ ഇസ്ലാമിയും SDPയും ഒക്കെ കൂട്ടുനിൽക്കും. അങ്ങനെയുള്ള കൂട്ടുകെട്ടിനെയും ഇവരുടെ ഡീലിനെയും ഒക്കെ പരാജയപ്പെടുത്തിയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വരാൻ. അടുത്തൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്ന എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ആകസ്മികമായി പറഞ്ഞതാണോ? നിങ്ങൾ എങ്ങനെയാണ് ഈ പാണക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിലേക്ക് കടന്നത്? ലീഗിനോട് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ ശേഷം ഈ രണ്ട് വർഗീയതയെയും വളരെ കൃത്യമായി എതിർത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. ഈ രണ്ട് വർഗീയതയെയും താലോലിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്.
അങ്ങനെ താലോലിക്കുന്ന നിലപാട് കൊണ്ടാണ് ഇവിടെ ഈ മുനിസിപ്പാലിറ്റിക്കെതിരെ ഇത്രയും കാലം ഒരക്ഷരം മിണ്ടാതെ ഇവർ ഇരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലത്തിൽ ഒരു വികസനവും വരാത്തത്. പാലക്കാട് ഒരു വികസനത്തിനും നേതൃത്വം കൊടുക്കാത്ത തരത്തിലേക്കാണ് ഇവർ പോകുന്നത്. അതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് ഇവിടെ 8 വർഷമായി ഈ MLA മിണ്ടിയോ? ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തെ കുറിച്ച് മിണ്ടിയോ? ഇവിടുത്തെ റോഡിനെ കുറിച്ച് മിണ്ടിയോ? ജനങ്ങളെ ഒന്നല്ല, കോൺഗ്രസിനെയാണ്. നിങ്ങളുടെ പ്രതീക്ഷ ഇനി എന്താണ്? ഇപ്പോൾ നിങ്ങൾ ഏറെ പ്രതീക്ഷിച്ച പാലക്കാട് ഇല്ല, പാലക്കാട് അത് തകർന്നു പോയി. സമയമില്ലാത്തതുകൊണ്ടാണ്. ശ്രീ MT രമേശിന് കൂടി ഒരു അവസരം. അതെ, ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. കാരണം ഇവർ രണ്ടുപേരുള്ള സമയം മുഴുവൻ എടുത്തല്ലോ സ്മൃതി. ഒന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത തർക്കങ്ങൾ നടത്തുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും പറയാനില്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസമാണ്. തെരഞ്ഞെടുപ്പ് ജയിച്ചവർക്ക് ജയിച്ചതിൻ്റെ ന്യായീകരണം ഉണ്ടാകാം, തോറ്റവർക്ക് തോറ്റതിൻ്റെ ന്യായീകരണം ഉണ്ടാകാം. ഞങ്ങൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ചേലക്കരയെക്കുറിച്ചും വയനാട്ടിനെക്കുറിച്ചും പറയുന്നത്, പാലക്കാട് ഞങ്ങൾ ജയിക്കേണ്ട മണ്ഡലമായിരുന്നു, ഞങ്ങൾ ജയിച്ചില്ല. ഞങ്ങൾക്കൊരു സെറ്റ് ബാക്ക് ഉണ്ട്. ഞങ്ങൾ ഈ കോൺഗ്രസിൻ്റെയും LDFിൻ്റെയും ആളുകൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം പറയുന്നില്ല. ഞങ്ങളാദ്യം ഞങ്ങൾക്ക് എവിടെയാണ് വീഴ്ച വന്ന് ഞങ്ങൾ പരിശോധിക്കും, അത് നികത്തും. ഞങ്ങൾ ഈ 2 മുന്നണികളും ഞങ്ങളെ തോൽപ്പിക്കാനും വേണ്ടി തരാതരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരാണ്. ഇതേ പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം ഷാഫി ജയിച്ചത്, ഈ ശ്രീധരനെ ഷാഫി തോൽപ്പിച്ചത് CPMൻ്റെ വോട്ട് കൊണ്ടാണ് എന്ന് CPM അന്ന് സമ്മതിച്ചിട്ടുണ്ട്, അന്ന് കോൺഗ്രസും സമ്മതിച്ചിട്ടുണ്ട്. ഇന്നപ്പോൾ അവർ മാറ്റി പറയായിരിക്കും, അന്ന് അവരും സമ്മതിച്ചിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിശ്രമിക്കുന്നതാണ്. ഈ പ്രാവശ്യം കോൺഗ്രസ് കുറച്ചുകൂടി മുമ്പോട്ട് പോയി. ജ്യോതികുമാറെ, നിങ്ങളത് വാശി പിടിക്കണ്ട, സമ്മതിച്ചു എന്ന് എനിക്കറിയാം. നിങ്ങൾ എന്തിനാ തർക്കിക്കുന്ന വെറുതെ സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങളെ MLA ഷാഫി തന്നെ അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. മതേതര വോട്ടുകൾ കിട്ടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മതേതര വോട്ടുകൾ CPM വോട്ടുകളെന്നല്ല, CPMന് ലഭിച്ചുകൊണ്ടിരുന്ന മതേതര വോട്ടുകൾ. ജ്യോതികുമാറെ, ഞാൻ നിങ്ങളോട് തർക്കിക്കാൻ ചോദിച്ചോളൂ. ഇല്ല, വിജയങ്ങളെ അംഗീകരിക്കാൻ പറഞ്ഞില്ലല്ലോ. ശരിയാണ്, നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ് ശ്രീ MT രമേശ്. സോറി. വളരെ നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, വി വസീഫ്, MT രമേശ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.